ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാത്തിലേക്കും പറ്റിയിട്ടുള്ള ഒരു കിടിലൻ കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ളത് ചെറുപയറാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് നമ്മൾ കുറച്ച് ഒരു 4-5 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചാലും മതി. അപ്പോൾ നമ്മൾ രാവിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേ ചെറിയ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 ഏലക്കായ, 2 പട്ട, പിന്നെ ഒരു കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതൊക്കെ കഴുകി എടുത്തതാണ്. അപ്പോൾ നമുക്കിതെല്ലാം മുറിച്ച് ഇട്ടെടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കളയുന്നവർക്ക് കളയാം. അപ്പോൾ ചെറിയ 2 ആയതുകൊണ്ട് ഞാൻ നന്നായി കഴുകി എടുത്തതാണ്. തൊലി കളഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് സവാളയും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചോറിനായാലും ഒക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. അത് അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പട്ട നമുക്ക് പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ 2 പട്ട എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടായ പട്ടയാണ് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ പട്ടയും 2 ഏലക്കായൊക്കെ ഇട്ട് കൊടുത്താൽ. അത് നമ്മൾ ഇഞ്ചി എടുത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ജിഞ്ചർ, ഗാർലിക്, പിന്നെ ഏലക്കായ. അത് നമുക്കൊന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കതിലേക്ക് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 നല്ല എരിവുള്ള പച്ചമുളക്, ആവശ്യത്തിന് നമുക്ക് എരിവ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറവിടുമ്പോൾ നമ്മൾ വറ്റൽമുളക് ചേർക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എരിവിൽ മതി ആദ്യം നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണേ, നല്ലതുപോലെ വേവിച്ചെടുക്കണേ കേട്ടോ. ഇനി നമുക്കതിലേക്ക് തേങ്ങ പാലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിനുള്ള ഒരു മുറി തേങ്ങ ഞാൻ ചിരകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. ഒന്ന് കറക്കിയാൽ മതി, അധികം അരിയൊന്നും വേണ്ട. നമ്മൾ പാലെടുക്കാനല്ലേ. ഇനി കൈക്കൊണ്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തിരി ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് പിഴിഞ്ഞെടുത്താലും മതി. ഇപ്പോൾ ഇതേ ഞാനൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പാലെടുക്കുന്നത് വെച്ചാൽ അങ്ങനെ എടുക്കാം. ഞാൻ കുറച്ച് ലൂസിലാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ കട്ടിക്കുള്ള പാല് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അതിനനുസരിച്ച് ആ രൂപത്തിൽ നമുക്ക് എടുക്കാം. നമുക്കിത് പാലൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചെറുപയറൊക്കെ വെന്തിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ. പിന്നെ നമുക്കിതൊന്ന് കുത്തി ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് മെല്ലെ ഒന്ന് ഒതുക്കി കൊടുക്കാം, ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നന്നായി ഉടയണ്ട, മെല്ലെ ഒന്ന് കുത്തി ഒടിച്ചാൽ ഒന്ന് ഒതുക്കി കൊടുത്താൽ മതിയേ. ആ കറിക്ക് നല്ലൊരു മുഴുപ്പ് ഉണ്ടാവുകയും ചെയ്യും, നല്ലൊരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നമ്മൾ പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് മണവും ഒക്കെ ഉണ്ട്. നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് ശരിക്കും ഒതുക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ ആവശ്യം, അധികം പിന്നെ ലൂസാവണ്ട, കുറച്ചൊരു കുറുന്നനായിട്ടാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ രൂപത്തിൽ നമുക്കിത് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി തീ കത്തിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറവിട്ടെടുക്കണേ.
അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഉള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചെറിയുള്ളി, നമ്മളിതിലേക്ക് ചെറിയുള്ളിയാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ചെറിയുള്ളി, പിന്നെ വറ്റൽമുളക് 4 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി ഒന്ന് വയന്ന് വന്നതിന് ശേഷം നമുക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കുറച്ച് എരിവിനും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കണേ. പിന്നെ നമ്മൾ കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നമ്മൾ ദോശക്കും ചപ്പാത്തിക്കും പത്തിരിയും പുട്ട് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. ഇനി ചോറിനായാലൊക്കെ. അപ്പോൾ ഞാനത് രാവിലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഞാനിന്ന് പുട്ടാണ് ഉണ്ടാക്കിയത്. ആ പുട്ടിലേക്ക് ഒഴിച്ചാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ചെറുപയർ ചിലർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.